ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില നാളുകൾക്ക് ശേഷം വീണ്ടും അടുത്ത ഒരു വലിയ സന്തോഷ വാർത്തയുമായിട്ട് വന്നിരിക്കുകയാണ്. ബിബ്ലിക്കൽ വുമൺഹുഡ് അത് ഒരു വെബിനാറായിട്ട് നടത്തണം എന്നുള്ളത് ഒരാഗ്രഹമായി, താല്പര്യമായി അനേക നാളുകളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബൈ പ്രൊഫഷൻ ഒരു ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ. ഏകദേശം കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് സ്ത്രീകളോടുള്ള ബന്ധത്തിൽ മാത്രമാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എനിക്ക് ബന്ധമുള്ളത്. മറ്റുള്ള എല്ലായിടങ്ങളിലും, വീട്ടിലും സഭയിലും സമൂഹത്തിലും ഒക്കെ സഹോദരിമാരെ പല റോളുകളിൽ കാണുന്നത് കൂടാതെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും നീണ്ട കാലങ്ങൾ ഈ സഹോദരിമാരെ അല്ലെ വിമൺ ഇൻ ഓൾ സ്റ്റേജസ് ഓഫ് ദെയർ ലൈഫ് അവരെ കാണുവാൻ ഇടയായി. ഈ ഒരു യാത്രയിലൂടെ തന്നെ എവിടെയോ ഒരാഴമായ പാഷൻ, ഒരു സ്നേഹം, ഒരു കമ്പാഷൻ വിമണിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ തന്നെ അതിനെ ഡിസ്കവർ ചെയ്യുവാൻ ഇടയായി. കഴിഞ്ഞ ഈ നാളുകളിലൂടെയൊക്കെ അനേക വേദികളിൽ വിമൺസ് മീറ്റിംഗ്, സെമിനാറുകൾ എടുക്കുവാനെല്ലാം എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് സോ ക്ലോസ് ടു മൈ ഹാർട്ട്. എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി എനിക്ക് കഴിയുമെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനും ഏത് വിധത്തിലാണെങ്കിലും സഹോദരിമാരുമായിട്ട് സമയം ചെലവഴിക്കണം, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. എന്നെ ദൈവം പഠിപ്പിച്ചത്, എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുത്തത് അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളത് എവിടെയോ എൻ്റെ ഒരു ലൈഫ് കോളിംഗ് ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതുപോലുള്ള ചെറിയ മീറ്റിംഗ്സ് എടുക്കുമ്പോൾ അത് ചില സമയങ്ങളിൽ 1, 2, 3, 4 മണിക്കൂറൊക്കെ സംസാരിച്ചാൽ പോലും ഞാൻ അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ അയ്യോ, ഏതെങ്കിലും 1, 2 ടോപ്പിക്ക് മാത്രമേ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയുള്ളല്ലോ, ബാക്കി ഇനിയും കുറേ മേഖലകളും കൂടി ഉണ്ടല്ലോ എന്നൊരു ചിന്തയുമായിട്ടായിരിക്കും ഞാൻ മടങ്ങി വരുന്നത്. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത ഇത് രൂപം കൊള്ളുവാനിടയായി തീർന്നത്. ഒരു കോഴ്സായിട്ട് തന്നെ നമ്മളിത് പഠിക്കണം. റിസ്റ്റോറിങ് ബിബ്ലിക്കൽ വുമൺഹുഡ്. എൻ്റെ സാക്ഷ്യമൊക്കെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. കർത്താവിനെ അറിയുന്നത് ഏകദേശം എൻ്റെ 17ാമത്തെ ആ ഒരു വയസ്സിലാണ് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അതിനു മുൻപ് നല്ലൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ആ വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും യേശുവിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്തകൾ, എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ്, ഇതെല്ലാം മറ്റേത് ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ തന്നെ ആയിരുന്നു. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലായിരുന്നത് കൊണ്ട് അവിടെ നമ്മളിവിടെ കാണുന്നത് പോലെയല്ല. ഒരു മലയാളി സമൂഹത്തിൽ നമ്മൾ കാണുന്നത് പോലെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. പല വിധത്തിലും സ്ത്രീകൾ, പെൺകുട്ടികൾ അവരെ അടിച്ചമർത്തി ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈവൻ പെൺകുട്ടികളാണ് എന്ന് അറിയുമ്പോൾ ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ പോലും അവർക്ക് അവസരം കിട്ടുന്നില്ല. അൾട്രാസൗണ്ട് ചെയ്ത് ബേബിയുടെ സെക്സ് അറിയാവുന്ന ഒരു സമയമാകുമ്പോൾ മാതാപിതാക്കൾ അത് അന്വേഷിച്ച് ചെല്ലുന്നു. പെൺകുട്ടികളാണെന്ന് അറിയുന്ന ഉടനെ അത് അബോർഷൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇനിയും ഏതെങ്കിലും കാരണവശാൽ ഒരു പെൺകുട്ടി ജനിച്ചു എങ്കിൽ വളരെ ചുരുക്കം മാതാപിതാക്കൾ മാത്രമേ അതൊരു സന്തോഷ വാർത്തയായിട്ട് എടുക്കുന്നുള്ളൂ. അതവർക്കൊരു വേദനയാണ്, ദുഃഖമാണ്, ഭാരമാണ്. കാരണം പെൺകുട്ടിയാണല്ലോ, ഇവളെ കെട്ടിച്ചു വിടണമല്ലോ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴേ റെഡിയാക്കണം, ഇവളെ സംരക്ഷിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉത്തരവാദിത്ത ബോധ്യമാണ് മാതാപിതാക്കളുടെ മേൽ.
അവരെ പഠിക്കാൻ വിടാറില്ല, ചെറിയ പ്രായത്തിൽ അവരെ കല്യാണം കഴിച്ച് അവരെ പറഞ്ഞയക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. ഈവൺ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവർ പഠിച്ചു മുന്നേറി മുമ്പോട്ട് വന്നെന്ന് പറഞ്ഞാലും ഒരുപാട് ജെൻഡർ ഇനീക്വാലിറ്റി ഇഷ്യൂസ് അവർ പഠിക്കുന്ന സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം കണ്ടതുകൊണ്ടായിരിക്കും എൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് വളരെയധികം രോഷം കൊണ്ടുവരുന്ന ഒരു വിഷയമായിരുന്നു ഇത്. ഒരു തരത്തിലുള്ള ഫെമിനിസത്തിൻ്റെ ഒരു ഒരു സ്പിരിറ്റ് തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം സ്ത്രീകൾ അവർ പുരുഷന്മാർക്ക് തുല്യരാണ്, തുല്യ അവകാശമുള്ളവരാണ്. പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തും ഒരു സ്ത്രീക്കും ചെയ്യുവാനായിട്ട് കഴിയും. ഫെമിനിസത്തിൻ്റെ അനേക വേവുകളിലൂടെ നമ്മൾ കടന്നു വന്ന് ഇപ്പോൾ പുരുഷന്മാരില്ലെങ്കിലും വേണ്ടുകയില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയും എന്നൊക്കെ ഉള്ള ചിന്താഗതികൾ ആ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫെമിനിസത്തിൻ്റെ ഒരു സ്പിരിറ്റിനോട് ഞാൻ ഒട്ടും പോലും യോജിക്കുന്നില്ല. എങ്കിലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും അതിൻ്റെ ആരംഭം, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയതും സംസാരിച്ചു തുടങ്ങിയതും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ഒത്തിരി ക്രൂരതകൾ, അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാലിറ്റി ഇഷ്യൂസ്, ഒത്തിരി ഡിസ്ക്രിമിനേഷൻ ഒരു ഫീമെയിൽ ആയതുകൊണ്ട് മാത്രം സഹിക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില അനുഭവങ്ങളാണ് സ്ത്രീകളെ ആ ഡയറക്ഷനിലേക്ക് തിരിക്കുവാൻ ഇടയാകുന്നത്. നല്ല ഉദ്ദേശത്തോടെയാണ് പലപ്പോഴും ഇത് തുടങ്ങുന്നത്. അവർക്കും തുല്യാവകാശം വേണം, അവരുടെ ശബ്ദം കേൾക്കണം, അവർക്കും കഴിവുകളുണ്ട്, അവർക്കും അവസരങ്ങൾ കൊടുക്കണം, ജീവിതത്തെ ആസ്വദിക്കാനുള്ള എല്ലാ ഫ്രീഡം അവർക്കും ഉണ്ട്, റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. അപ്പം ഏറെക്കുറെ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതികളായിരുന്നു എൻ്റെ മനസ്സിലും. അന്നൊക്കെ എനിക്ക് കിട്ടുന്ന എല്ലാ വേദികളിലും, വീട്ടിൽ ഉൾപ്പെടെ, ഞങ്ങൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും അതിനുവേണ്ടി ഒരു ശബ്ദമുയർത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു ഞാൻ. എന്നാലും ബൈ ആൻഡ് ലാർജ് ഇറ്റ് യൂസ് ടു പെയിൻ മൈ ഹാർട്ട്. കാരണം സ്ത്രീകൾ അവരെ ഒരു സെക്സ് ഒബ്ജക്റ്റായിട്ട് പലപ്പോഴും അവരെ കാണുന്നു, അവരെ ഉപയോഗിക്കുന്നു, അവരുടെ പൊട്ടൻഷ്യലിലേക്ക് അവർക്ക് വളരുവാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങൾ ഓർക്കുന്നു. അതിനെല്ലാം ശേഷമാണ് ഞാൻ രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനും വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലൂടെ ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വരുവാൻ എനിക്കിടയായി. യേശു ഒരു മതം സ്ഥാപിക്കുവാൻ വന്ന ആളല്ല, നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കാൻ വന്ന ഒരാളാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ അവൻ നിത്യതയുടെ അവകാശിയായി മാറണം എന്നൊക്കെ പഠിപ്പിക്കാൻ വന്ന ഒരാളാണല്ലോ യേശു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞ് ബൈബിൾ വായിക്കുവാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ, യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ വായിച്ചു തുടങ്ങിയപ്പോൾ, കർത്താവ് എങ്ങനെയാണ് ഓരോ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ, അന്ന് യഹൂദ പാരമ്പര്യത്തിൽ അനേക വർഷങ്ങൾക്ക് മുൻപുള്ള 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രമാണത്. അന്ന് തന്നെ യേശു കർത്താവിന് സ്ത്രീകളോടുള്ള സമീപനം അത് വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുവാനിടയായി തീർന്നു. അത് വ്യക്തിപരമായി എന്നെ സ്പർശിച്ചു എന്ന് മാത്രമല്ല, അയ്യോ, സ്ത്രീകൾക്ക് അവർക്കുള്ള സ്ഥാനവും മാനവും ബഹുമാനവും ഒക്കെ കൊടുക്കുന്ന ഇതുപോലൊരു ചരിത്ര പുരുഷനെ ഞാൻ ഇതിനു മുൻപേ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആ ഒരു ആംഗിളിലും കൂടെ എന്നെ ഒരുപാടധികം യേശു കർത്താവിൻ്റെ ജീവിതം അത് സ്വാധീനിക്കുവാനിടയായി തീർന്നു. ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശു കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിനെ വെളിപ്പെടുത്തുവാനത്രേ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ ദൈവം ആരായിരിക്കുന്നു, ദൈവത്തിൻ്റെ ചിന്തകൾ, സ്വഭാവം, കാഴ്ചപ്പാടുകൾ, അതെല്ലാം ഒരു മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്.
അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ് അബൌട്ട് വുമൺഹുഡ്, അങ്ങനെയാണ് ബിബ്ലിക്കൽ വുമൺഹുഡ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ ജെൻഡർ ബയസ് അവിടെയുമുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരു ജൂയിഷ് ഹിസ്റ്ററിയാണ് നല്ലൊരു ശതമാനം നമ്മൾ ഇതിനകത്ത് കാണുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പർപ്പസ്, പ്ലാൻ, ഒറിജിനൽ പർപ്പസ്, പ്ലാൻ മാത്രമല്ല, കാലാകാലങ്ങളിൽ ഓരോ സ്ത്രീകളെ ദൈവം എങ്ങനെ തൻ്റെ രാജ്യത്തിന് വേണ്ടി അവരെ ഉപയോഗിച്ചു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്ത്രീകളോടുണ്ടായിരുന്ന സമീപനം, ആദ്യ നൂറ്റാണ്ടിലുള്ള സഭയ്ക്കകത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം, ശുശ്രൂഷകളിലുണ്ടായിരുന്ന സ്ഥാനം, പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ലേഖനങ്ങളിൽ സ്ത്രീകളെക്കുറിച്ച് പരാമർശിച്ച വിഷയങ്ങൾ, ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞപ്പോൾ വളരെ സുന്ദരമായൊരു ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായത്. എൻ്റെ ജീവിതം അതിനെയൊക്കെ ആധാരമാക്കിയാണ് ഇത്രത്തോളം പണിത് മുൻപോട്ട് കൊണ്ടുവരുവാൻ എനിക്ക് ഇടയായത്. അതുകൊണ്ട് നമ്മൾ ബിബ്ലിക്കൽ വുമൺഹുഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവവചനം സ്ത്രീത്വത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതേ, നമ്മുടെ സംസ്കാരത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ചിത്രങ്ങളായിരിക്കും ഒരുപക്ഷെ അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ ദ ഒറിജിനൽ പ്ലാൻ ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്, അതിനകത്ത് ഒരു മായവും ചേർക്കാതെ ഒന്നും കൂടെ അതിനെ ഒന്ന് നോക്കണം, കാണണം, പഠിക്കണം, പഠിപ്പിക്കണം എന്നൊരു വലിയ താല്പര്യത്തോടു കൂടിയാണ് ഈ ബിബ്ലിക്കൽ വുമൺഹുഡ് വെബിനാർ സീരീസ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. നവംബർ 15 മുതൽ ഡിസംബർ 13 വരെയുള്ള 5 ആഴ്ചകൾ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6 മുതൽ 8 മണി വരെയുള്ള സമയത്താണ് ഇത് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം എന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട സീരീസ് ആയിരിക്കും. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ ഒരു എക്സൈറ്റ്മെൻ്റാണ്, ഒരു സന്തോഷമാണ്. നമ്മുടെ ഈ തലമുറയെ നമുക്ക് സ്വാധീനിക്കുവാനായിട്ട് കഴിയണം. നമുക്കറിയാവുന്നതുപോലെ തന്നെ യൂദയുടെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടേണ്ടതായിട്ടുണ്ട്. യു ഹാവ് ടു കണ്ടെൻഡ് ഫോർ ദ ഫെയ്ത്ത് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് എന്ന് പറയുന്ന പോലെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഇത് പറഞ്ഞു കൊടുത്താൽ കൊള്ളാമായിരിക്കും എന്ന് മാത്രം അല്ല, മറ്റു പല ചിന്താഗതികൾ വന്ന് നമ്മുടെ ഇപ്പോഴുള്ള ജനറേഷനെ അവരെ കൺഫ്യൂസ് ചെയ്യുകയും പല വിധത്തിൽ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആദിയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ വചനം അതായിരിക്കുന്നത് പോലെ എടുത്ത് പ്രഘോഷിക്കേണ്ടുന്നതായിട്ടുള്ള സമയമാണ്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അതങ്ങനെയായിരിക്കുമ്പോൾ വുമൺഹുഡ് എന്നൊരു ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് 5 സെഷൻസ് കാണും. 2 മണിക്കൂറുള്ള 5 സെഷൻസ്, അതിനകത്ത് 1.5 മണിക്കൂർ നമുക്ക് സ്റ്റഡിയും അതിനുശേഷം നമുക്ക് ഇൻട്രാക്ഷന് വേണ്ടിയുള്ള സമയവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വൈകാതെ തന്നെ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രൂപ്പ് രജിസ്ട്രേഷൻസ് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകം ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ തലമുറയെ, നമ്മുടെ മക്കളെ, നമ്മുടെ യൗവനക്കാരികളെയൊക്കെ നമ്മൾ സ്വാധീനിക്കുവാനായിട്ടുള്ള ഒരു സമയമാണ് ഇത്. താങ്ക് യു സോ മച്ച്. മുൻപോട്ടുള്ള ചില വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണുവാനിടയാകും. നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഈ സീരീസിനകത്ത് 5 സെഷൻസായിട്ട് നമ്മൾ എടുക്കുന്ന സീരീസിനകത്ത് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയ ആശയങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.